കടന്നുപോയി. ഇനിയും അതിന് ഒരു മറുപടി എന്നുള്ളത് സാധ്യതയില്ലാത്ത കാര്യമാണ്. ഇന്നിപ്പോൾ സനാതനത്തിലാണ് ഇരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. എന്നാലും പറഞ്ഞു വെച്ച ചിലത് പറയേണ്ടതല്ലേ. ഞാൻ ഓർക്കായിരുന്നു ഒരു കഥ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു MLAയുടെ മകനടക്കമുള്ള 9 പേരെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്നുള്ളൊരു വാർത്ത. MLAയുടെ മകൻ്റെ പടം പുറത്തു വന്നില്ല. ബാക്കിയുള്ള 8 പേരുടെ പടവും പുറത്തു വന്നു. MLAയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എത്ര സുന്ദരമായ കഥ. സാധാരണ അങ്ങനെയാണല്ലോ കഥകളൊക്കെ വരിക. പക്ഷെ പ്രതിഭ MLAയുടെ മകനെ ഇതിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴേ കനിവിൻ്റെ ചിത്രം മാത്രമാണ് പുറത്തു വന്നത്. അതെന്താണ്? എല്ലാവരും അടക്കമുള്ള ഒരാൾ മാത്രമാണ് അതിൽ കനിവ് വരുന്നത്. പക്ഷെ 9 പേരെ പിടിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രതിഭയുടെ മകൻ്റെ പേരും പ്രതിഭയുടെ മകൻ മാത്രമാണ് പ്രതി എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളുമാണ് പുറത്തു വന്നത്. വാർത്തകൾ ആദ്യം പറഞ്ഞ നമ്മൾ കേട്ട മനോരമയൊക്കെ 90 ഗ്രാം കഞ്ചാവ് എന്നുള്ളതായിരുന്നു. നമ്മൾ പറയുന്നില്ല, എക്സൈസ് പറഞ്ഞ തന്നെ 100% ശരിയാണ് എന്ന് തന്നെ പറയുന്നു. പക്ഷേ വാർത്തകളിൽ എങ്ങനെ 90 ഗ്രാം കഞ്ചാവ് വന്നു? അതിനുത്തരം മാധ്യമപ്രവർത്തകർ പറയണ്ടേ? പിന്നീട് എങ്ങനെ അത് 3 ഗ്രാം കഞ്ചാവായി? അല്ലെങ്കിൽ അതിലൊരു മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതും പറയണ്ടേ? അവരാരോപിക്കട്ടെ, നമ്മളതിന് ഒന്നുമില്ല. ഇത്രയധികം പേരുണ്ടെങ്കിൽ അവരുടെ ഒന്നും ഫോട്ടോ പുറത്തു വരാതെ ഇവരുടെ മാത്രം ഫോട്ടോ എന്തുകൊണ്ട് പുറത്തു വന്നു? അതിലൊരു അനീതിയില്ലേ? ആ അനീതിയാണ് കേരളം. അത് പ്രതിഭ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട MLA അവർക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ, മാപ്രകൾ എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്? നമ്മൾ കണ്ടതും അറിഞ്ഞതുമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ 24ന്റെ മാധ്യമപ്രവർത്തകൻ, ആലപ്പുഴ മാധ്യമപ്രവർത്തകൻ ഞാൻ ശരിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് MLAക്കെതിരെ വരുന്നുണ്ട്. നല്ല കാര്യമാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. പോകണമെന്നത് തങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തമാക്കിയിട്ടുള്ള ഒരു പാർട്ടിയുടെ മുന്നണി പോരാളിയായി, പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒക്കെ തന്നെ മുന്നണി പോരാളിയായി നിൽക്കുന്ന ഒരു ജനപ്രതിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള മതപരമായ ചേരിതിരിവ് തോന്നുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ അതീവ ഗുരുതരമായിട്ടാണ് സമൂഹം മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് നിലവിൽ തോന്നിയിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിച്ചത് എന്നാണ് ആ വാർത്തയുടെ തുടക്കത്തെ പറ്റിയാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്നാണ് ഡിസംബർ 28 ഉച്ചയോടുകൂടിയാണ് ഒരു വിവരം ലഭിക്കുന്നത്. ആലപ്പുഴ തകഴി പഞ്ചായത്ത് 6ാം വാർഡിൽ വിരിപ്പാല എന്ന സ്ഥലത്ത് നിന്ന് 9 പേരെ കഞ്ചാവുമായി പിടികൂടുന്നു എന്നൊരു വാർത്ത വിവരം മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഈ വാർത്ത ആദ്യം ലഭിക്കുന്ന സമയത്ത് ആ വാർത്തയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ വാർത്ത എന്നെ വിളിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ RSSന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ഈ രീതിയിൽ വിളിച്ച് പറഞ്ഞു. അതിൽ പ്രതിഭയുടെ മകന്റെ കൈവശം നിന്നും വലിയ അളവിൽ കഞ്ചാവ് പിടിച്ചെന്നുള്ള വാർത്ത ഉണ്ടായിരുന്ന ആളുകൾ RSSന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ഈ രീതിയിൽ വിളിച്ച് പറഞ്ഞു. അതിൽ പ്രതിഭയുടെ മകന്റെ കൈവശം നിന്നും വലിയ അളവിൽ കഞ്ചാവ് പിടിച്ചെന്നുള്ള വാർത്ത മാധ്യമപ്രവർത്തകനോട് എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ വാർത്ത വന്ന വഴി ഇയാൾ പറയുന്നുണ്ട്. പിന്നീട് ഈ വലിയ അളവിൽ എന്ന് പറയുന്നത് പ്രതിഭ ഇടപെട്ട് ചെറുതാക്കിയോ? അല്ലെങ്കിൽ അതിൽ പറയുന്നത് കൃത്യമായി തന്നെ പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കുപ്പി അതിൻ്റെ അടിയിൽ ഓട്ടിയിട്ടുണ്ട്. പിന്നെ 3 ഗ്രാം കഞ്ചാവ്. 3 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു ബീഡിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, അത് 3 ഗ്രാം കഞ്ചാവ് എന്നാണ് പറയുന്നത്. ആവട്ടെ, എന്തായാലും അതിൻ്റെ FIR പുറത്തു വന്നു. പ്രതിഭയ്ക്ക് പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവർ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് വരെ ചീത്ത കേട്ടു. എല്ലാവരും അവരെ വൃത്തികെട്ട ഒരു സ്ത്രീയായിട്ട് അവതരിപ്പിച്ചു. അവർക്കത് പുത്തിരിയല്ല. നിങ്ങൾക്കത് കേട്ടപ്പോൾ നൊന്തു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി. ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു, വീട്ടിൽ റെയ്ഡ് നടത്തുന്നു, ആകെ സംഭവങ്ങളാണ്. അതിനുശേഷം അത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായി. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ളത് താങ്കൾക്കറിയോ? ഒരു കേസ് വരികയാണെന്ന് വെച്ചാൽ BJPയിലേക്ക് പോയാൽ എന്തുണ്ടാവും? അയാളുടെ കേസൊക്കെ ഇല്ലാതാവും, അല്ലെങ്കിൽ 1 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. AK ആൻ്റണിയുടെ മകൻ ആരോപണം എന്തെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് ആൾ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കേരളത്തിൽ എന്ത് ചെറിയ സംഭവം ഉണ്ടായില്ല അതൊക്കെ ആരെങ്കിലുമൊക്കെ ചേർത്ത് അദ്ദേഹത്തിന് വിളിച്ച് പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു കഥയാണ്. ഈ കഥയുടെ കൂടെ ഒരു കഥ കൂടി പറയാം. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വാർത്ത വന്ന വഴിയിൽ ആരുടെയൊക്കെ മുഖമാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളുടെ അനൂജ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തക കാറിൽ പാലക്കാട് പോകുമ്പോൾ ആ ഡ്രൈവർ 2 കുട്ടികളെ ഇടിച്ചു കൊന്നു. നിങ്ങളുടെ 24ന്റെ വാഹനം, നിങ്ങൾ ആ ഡ്രൈവറുടെ ഫോട്ടോ
പുറത്ത് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ശരിക്കൊരു കൊലപാതകമായിരുന്നു അത്. ആർക്കെങ്കിലും അറിയോ? പൊതുസമൂഹം കണ്ടിട്ടുണ്ടോ? ആ കുട്ടികളുടെ അവസാന യാത്ര, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയാ? ഇല്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ടല്ലോ. അത് നിങ്ങൾ വലിയ ആളുകളല്ലേ. ഇനിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ഈ അടുത്തുണ്ടായത് നമ്മുടെ മാതെന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവിനെ വയനാട്ടിൽ വലിച്ചഴച്ച് കൊണ്ടുപോയില്ലേ. അഭിറാം എന്ന് പറഞ്ഞ പ്രതിക്ക് പകരം നിങ്ങൾ കാണിച്ചത് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ ഫോട്ടോ. അദ്ദേഹത്തിന് സുഖമില്ലാതായി ഹോസ്പിറ്റലിലേക്ക്. നിങ്ങൾ ആ വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവും മാപ്രേ? അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾക്കൊന്നും അതറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരുന്ന വിഷമങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ളത് പോലും ശരിക്കും ഗൂഢാലോചനാപരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തത് നിങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ന്യായീകരിക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നതേ മോൻസൺ മാവുങ്ങലിലെ കേസ് വരുമ്പോഴാണ്. അവിടുത്തെ മാധ്യമപ്രവർത്തകനെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അയാളുടെ മകൻ്റെ പിതൃത്വത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്നുണ്ട് മറ്റൊരു മാപ്ര, വിനു വി ജോൺ. നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം വന്നായിട്ട് എനിക്കറിയില്ല. കാരണം വരില്ലേ, നിങ്ങൾക്ക് അപ്പുറത്തും ജോലി ചെയ്യേണ്ടതല്ലേ. നിങ്ങളുടെ ഒരു മാപ്ര ഇവിടെ നിന്ന് പോയിട്ട് 24-ൽ നിന്ന് പോയിട്ട് അപ്പുറത്ത് റിപ്പോർട്ടർ TV-യിൽ ജോലി ചെയ്യുമ്പോൾ ആൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ ആപ്പിൾ ഫോൺ മേടിക്കാറായി എന്നുള്ളത് കേട്ടതാണ് ഞങ്ങൾ. ഈ ആപ്പിൾ ഫോൺ മേടിക്കാറാവുന്ന വരെയുള്ള ജോലിയുടെ കഥ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് ഈ പറയുന്നതൊക്കെ വാട്ടബോട്ടറിയാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ സത്യസന്ധമാണോ എന്നുള്ളത് നിങ്ങൾക്ക് പോലും ഉറപ്പില്ലാത്ത കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ന്യായീകരിച്ച് മുഴുവൻ ആ FIR-ൻ്റെ പേരിലാണ്. ആ FIR ഒറിജിനലാണോ എന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ടതുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകർക്ക് ഇത് തീറ്റയാണ്. അദ്ദേഹം നിങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഡൽഹിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. എന്തായാലും എല്ലാവിധ ആശംസകളും.